ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നാം പ്രാരംഭത്തിൽ ഈ വീട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം അതിനകത്ത് ഒരു കൂട്ടായ്മ, നമുക്കൊരു ആരാധന വീടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഏറ്റവും ഒടുവിലായിരിക്കും നമ്മൾ തീ കത്തിച്ച് ആ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ രീതിയിലാണ് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആദ്യയോടുള്ള എല്ലാ ദൈവമക്കളും, ഈ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികളും എല്ലാവരും വളരെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രിയമുള്ളവർക്ക് ദൈവം നൽകിയ ഈ ഭവനം അത് നാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നതിനോടൊപ്പം നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. ഏറിയ നാളുകളായിട്ടുള്ള ദൈവസന്നിധിയുടെ പ്രാർത്ഥനയും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്. താവേ, ഭൂമിയിൽ പാർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അനുവാദം നൽകി. ഞങ്ങളുടെ അമ്മയുടെ ഉദരം മുതൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുമുമ്പിൽ ഓരോ കാലഘട്ടം കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി തന്ന് അതാത് കാലങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ഈ മരിയാത്രയിൽ ജയത്തോടെ നടത്തി. ഒന്നുമില്ലായ്മയിൽ ഈ മലബാർ ഭാഗത്തേക്ക് കുടിയേറി പാർത്ത ഞങ്ങളുടെ പിതാക്കന്മാർ ആരംഭ നാടുകളൊക്കെ താമസത്തിന് വേണ്ടിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയ കാലമുണ്ട്. പിന്നീട് കർത്താവെ അവർക്ക് നൽകിയ നന്മയുടെ അടിസ്ഥാനത്തിൽ അവരെ കൊച്ചു കൊച്ചു ഭവനങ്ങൾ പണിത് ഏറിയ വർഷങ്ങൾ പാർത്ത് ദൈവത്തെ സേവിപ്പാനിടയാണ്. കുഞ്ഞുങ്ങളിനകത്ത് താമസിക്കുമ്പോൾ അനുഗ്രഹ സമൃദ്ധിയോടെ പരിണിയാകണം. തുടർന്ന് ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. ശക്തമായി ഉപയോഗിക്കണം. ഇരിക്കുന്ന ജോലിയാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വാതിൽ തുറക്കുക. വാതിലുകളെ നിങ്ങളുടെ തലങ്ങളെ ഉയർത്തി പണ്ടേയുള്ള കവികളെ അവനെത്ര നല്ലവനായി. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം പോയിപ്പോയോ അതിന്റെ ഇരട്ടി മടങ്ങ് നൽകി ആദരിച്ചതിന്റെ പിന്നിൽ ആ വീട്ടിൽ ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു എന്നതാണ് ആവശ്യകരമായി പറയുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഇതിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സാധ്യത ഒരു കാരണം കൊണ്ടും ആ വീട്ടിലുണ്ടാകാൻ ഒരു സാധ്യതയില്ല. സ്തോത്രം. പക്ഷെ ആ വീട് ആരാധനയ്ക്ക് വേണ്ടി തുറക്കുന്ന ഒരു വീടായി, ദൈവത്തിന്റെ സൗരഭ്യം പരക്കുന്ന ഒരു വീടായി. ഈ അടുക്കള ഏറ്റവും അനുഗ്രഹമാകണമേ കർത്താവേ. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് തീ കത്തിക്കുമ്പോൾ ഇതൊരു അനുഗ്രഹമായി മാറണം കർത്താവേ. എന്നും നന്മ കൊണ്ട്, എന്നും അനുഗ്രഹം കൊണ്ട് കർത്താവേ അത് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പറ്റിപ്പോകാത്ത നീരുറോ പോലെ കർത്താവേ ഇതിനെ സമൃദ്ധിയോടെ ദൈവം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. യേശു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും
നീ താങ്ങി